ഹലോ ഗായ്സ്, അപ്പോൾ നല്ല ഉച്ച വെയിൽ സഹിക്കാൻ പറ്റുന്നില്ല, ഭയങ്കര ചൂട്, ഒട്ടും നല്ലൊരു ഫീലില്ല. പക്ഷേ നമ്മളിന്ന് പോകുന്നത് കോമറ്റ് വാങ്ങിയ ഫോർച്യൂൺ മലയാളം എന്ന് പറഞ്ഞതിൻ്റെ ഷോറൂമിലല്ല, ആക്ച്വലി സർവീസ് സെൻറ്ററിൻ്റെ അവിടേക്കാണ്. അതിൻ്റെ സ്ഥലം പനങ്ങാടല്ലേ? പനങ്ങാടേക്കാണ് നമ്മൾ പോകുന്നത്. എന്തിനാണ് പോകുന്നതെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. നമ്മുടെ വണ്ടിക്കുള്ള പ്രശ്നം, ബാറ്ററി ഡ്രെയിനിങ് ചെയ്യുന്ന ഇഷ്യൂ ഉണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്ന് അവരെ കാണാൻ വേണ്ടി പോവാണ്. കുറേ ദിവസമായിട്ട് പോകണം എന്ന് വിചാരിച്ചു. എൻ്റെ വർക്കും കാര്യങ്ങളുമായിട്ട് ഭയങ്കര ബിസിയാണ്. പിന്നെ ഓണത്തിൻ്റെ സമയത്തൊക്കെ നമുക്ക് വണ്ടി ഭയങ്കര ആവശ്യമായിരുന്നു. അപ്പോൾ അത് കാരണം കൊണ്ട് നമുക്ക് കൊടുക്കാൻ പറ്റിയില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ എല്ലാം ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പോയി കൊടുക്കാൻ പോവാണ്. അപ്പോൾ അവരോട് സംസാരിക്കണം. 2 തവണ കൊടുത്തിട്ടും ഈ ഇഷ്യൂ എന്തുകൊണ്ടാണ് വരുന്നത് എന്നുള്ളതും, അവരെന്തെങ്കിലും ചെയ്തിട്ട് തിരിച്ചു തരുമ്പോൾ ഫസ്റ്റ് ഒരു ചാർജ് ചെയ്യുന്നവരെ ആ ഇഷ്യൂ ഉണ്ടാവില്ല, ദെൻ അഗെയിൻ ആ ഇഷ്യൂ വരുന്നുണ്ട്. അപ്പോൾ അതെന്താണ് എന്നുള്ളത് അവരോട് സംസാരിക്കണം. അപ്പോൾ അതൊക്കെയാണ്. പറ്റുവാണെങ്കിൽ ഞങ്ങൾ അവിടെയും വ്ളോഗ് എടുക്കാൻ നോക്കാം. ഉറപ്പൊന്നും പറയില്ല, ബിക്കോസ് അവരുടെ പോളിസി എങ്ങനെയാണെന്നുള്ളത് നമുക്ക് അറിയാത്തത് കൊണ്ട് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. പക്ഷെ പറ്റുവാണെങ്കിൽ ഞങ്ങൾ എടുക്കാം, അവരുടെ എന്താണ് റെസ്പോൺസ് എന്നുള്ളതൊക്കെ എടുക്കാം. ചേട്ടനും വരുന്നുണ്ട് നമ്മളോടൊപ്പം. അപ്പം എന്തായാലും നോക്കാം. സോ നമ്മളിപ്പോൾ MGയുടെ സർവീസ് സെൻറ്ററിൽ വന്നിരിക്കുകയാണ്. ഇവിടെ ഞങ്ങളിരിക്കുക കസ്റ്റമർ ലോഞ്ചിലിരിക്കുവാണ്. നമ്മുടെ സർവീസിന് നമ്മളെ അസിസ്റ്റ് ചെയ്യുന്ന അജിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ പുള്ളി ഇപ്പോൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി വന്നിട്ട് പുള്ളിയെ മീറ്റ് ചെയ്തിട്ട് കാര്യങ്ങൾ പറയാം എന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ. സോ ഗൈസ്, നമ്മൾ സർവീസ് സെൻറ്ററിൽ കയറിയപ്പോൾ നമുക്ക് അവിടെ വീഡിയോ എടുക്കാൻ പറ്റത്തില്ല, എന്തോ അപ്രൂവൽസും കാര്യങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞു. അതെടുക്കാൻ ചെന്നപ്പോൾ അവിടെ ബിസി ആയിരുന്നു. അപ്പോൾ എന്തായാലും നടന്നില്ല. അപ്പോൾ അവിടെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു, സംസാരിച്ചു. ബേസിക്കലി എന്താ നടന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഡ്രെയിൻ ഇഷ്യൂ പറഞ്ഞപ്പം അവരിപ്പോൾ പറയുന്നത് 2 to 5% കുറയുന്നത് നോർമലാണ്, അത് ഓക്കെയാണ്, ഓവർനൈറ്റ് കുറയും എന്നാണ്. പക്ഷെ ആദ്യം പറഞ്ഞത് ഒരു 1 year old ആയ വണ്ടിക്കൊക്കെ 5% കുറയുള്ളൂ. മറ്റൊരു 1% 2% കുറഞ്ഞാൽ അത് ഓക്കെയാണ്. പക്ഷെ 5% ഒക്കെ കുറയുവാണെങ്കിൽ അതൊരു 1 year മേളിൽ, അല്ലെങ്കിൽ ഒരു 1 lakh എക്സ്പ്ലിസിറ്റ്ലി ക്ലിയർ ആയിട്ട് എന്നോട് പറഞ്ഞാണ് 1 lakh kilometers ഒക്കെ ഓടിയ വണ്ടിക്കാണ് നോർമലി അത് വരുന്നതെന്നുള്ളത്. നമ്മളുടെ ഇതുവരെ 1200 1100 സംതിങ്ങേ ആയിട്ടുള്ളൂ. സോ 2 months ആയിട്ടുള്ളൂ നമ്മുടെ വണ്ടി വാങ്ങിയിട്ട്. അപ്പോൾ ആ ഒരു വണ്ടിക്ക് ഓവർനൈറ്റ് 5% നോർമലാണെന്ന് പറയുമ്പം അത് നമുക്ക് അക്സെപ്റ്റബിൾ അല്ല. അവർ പറയുന്നു അത് നോർമലാണെന്ന്. പിന്നെ അവർ പറയുന്നത് അവർ അവിടെ സർവീസ് സെൻറ്ററിൽ കൊണ്ടുപോയി കഴിഞ്ഞ് ഒരു ചാർജ് ചെയ്യുന്ന സമയത്ത് ഇനിഷ്യൽ ചാർജിങ്ങിന് മാത്രമേ ഡ്രോപ്പ് വരുന്നുള്ളൂ. അവർ പിന്നെ ചാർജ് ചെയ്ത് കഴിയുമ്പോഴത്തേനും ആ ഇഷ്യൂ വരുന്നില്ല, റീസെറ്റ് ചെയ്ത് കഴിയുമ്പോൾ ആ ഇഷ്യൂ വരുന്നില്ല എന്നൊക്കെയാണ് അവർ പറയുന്നത്. പിന്നെ അവർ പറഞ്ഞു ഇനിയിപ്പം നമ്മളുടെ വീട്ടിലെ വയറിങ്, കാരണം അവിടെ അവർ ചാർജ് ചെയ്ത് കൊണ്ടുപോകുന്ന ദിവസം ചാർജ് ചെയ്യുമ്പോൾ ഡ്രെയിൻ വരുന്നുണ്ട്, പിന്നെ ഗെയിം ചാർജ് ചെയ്യുന്ന സമയത്ത് ഡ്രെയിൻ വരുന്നില്ല എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മുടെ വീട്ടിലെ വയറിങ് ഇൻസ്പെക്ട് ചെയ്യാനായിട്ട് നമ്മൾ പറഞ്ഞു. കാരണം അങ്ങനെ ഇൻസ്പെക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്കറിയാമല്ലോ നമ്മുടെ വീട്ടിലെ വയറിങ്ങിൻ്റെ ഇഷ്യൂ ആണോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അത് റെക്ടിഫൈ ചെയ്യാൻ തയ്യാറാണ്, അല്ലാതെ നമ്മൾ അവരെ ബ്ലെയിം ചെയ്യുകയൊന്നുമല്ല. സോ നമ്മൾ എന്തായാലും നമ്മുടെ വീട്ടിലെ വയറിങ്ങും അതുപോലെ നമ്മുടെ പ്ലഗും എല്ലാം ഒന്ന് അവരുടെ ഇൻസ്പെക്ഷൻ്റെ ആൾക്കാർ വന്ന് ചെക്ക് ചെയ്യാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ വീക്കിൽ എന്തായാലും നടക്കില്ല, നെക്സ്റ്റ് വീക്കിലേ പറ്റുള്ളൂ എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. സോ നെക്സ്റ്റ് വീക്കിൽ അവർ വന്ന് അവരുടെ ആൾക്കാർ വന്ന് ചെക്ക് ചെയ്യും. എന്തോ ബാംഗ്ലൂരിൽ നിന്നാണ് ടീം വരുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവർ കേരളത്തിൽ വന്നിട്ട് വേണം അവർ നമുക്ക് വേണ്ടി ടെസ്റ്റ് ചെയ്യാനായിട്ട്, ഇൻസ്പെക്ട് ചെയ്യാനായിട്ട് വരാൻ. സോ അവരുടെ ടീം വന്നിട്ട് നമ്മളുടെ വയറിംഗ് ഒക്കെ ഓക്കെ ആണോ, എന്തെങ്കിലും ട്വീക്സ് ആവശ്യമുണ്ടോ, നമ്മുടെ കറണ്ടൊക്കെ കറക്റ്റ് ഫ്ലോ ആണോ അതോ വേരിയേഷൻ വരുന്നുണ്ടോ, ഇതൊക്കെ ചെക്ക് ചെയ്യണം. അപ്പം ചെക്ക് ചെയ്തിട്ട് അവിടെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ദെൻ ഈ ഇഷ്യൂ നമ്മളുടെ പ്രശ്നമല്ല എന്നുള്ളത് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. സോ അതുകൊണ്ടാണ് നമ്മൾ എന്തായാലും ആ ഒരു ഇൻസ്പെക്ഷന് വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ വണ്ടി എടുത്തുകൊണ്ട് പോകുന്നു. ഞങ്ങൾ ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ റിവേഴ്സ് ക്യാമിൻ്റെ ഒരു സ്പ്ലിറ്റ് സ്ക്രീൻ പോലെ കാണുന്നതിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അതും അവർ റെക്ടിഫൈ ചെയ്ത് തന്നു. എന്താ ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ അവർ ഡിസ്പ്ലേ ജസ്റ്റ് റീസെറ്റ് ചെയ്തതേ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. പിന്നെ അവർ ചോദിച്ചു വണ്ടി വെറുതെ ചാർജ് ചെയ്ത് നമ്മളായിട്ട് വേണേൽ നോക്കാം എന്ന് പറഞ്ഞു. പക്ഷെ അത് ചെയ്യുന്നതിലൊരു പോയിന്റ് ഉണ്ടെന്ന് നമുക്ക് തോന്നിയില്ല. കാരണം ഇതിന് മുന്നത്തെ സർവീസിലും അവർ സെയിം തിങ് തന്നെയാണ് ചെയ്തത്. അവർ ചാർജ് ചെയ്യും, അവരെന്നിട്ട് ഓഫ് ചെയ്യും, എന്നിട്ട് അവർ മോണിറ്റർ ചെയ്യും, എന്നിട്ട് പിന്നെയും ചാർജ് ചെയ്യും. ഈ സെയിം തിങ് തന്നെയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കതല്ല വേണ്ടത്, നമുക്കൊരു സൊല്യൂഷനാണ് വേണ്ടത്. സോ നമ്മൾ പറഞ്ഞു ഓക്കെ, എന്തായാലും നിങ്ങൾ വയറിങ്ങിൻ്റെ ചെക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ആൾക്കാരെ, ഇൻസ്പെക്ഷന് വേണ്ടിയുള്ള ആൾക്കാരെ
എന്തായാലും ഒന്ന് അസൈൻ ചെയ്യ്, അവർ വന്ന് ഇൻസ്പെക്ട് ചെയ്യട്ടെ നമ്മുടെ വയറിങ്, അത് കഴിഞ്ഞ് ഞങ്ങൾ ബാക്കി എന്താണെന്ന് വെച്ചാൽ നോക്കാം എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. സോ ആ ഒരു ധാരണയിൽ നമ്മൾ തിരിച്ചു പോകുന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഇതാണ് നമ്മളുടെ ഇന്നത്തെ കാർ സർവീസിങ് സെൻറ്ററിൽ കൊണ്ടുപോയതിൻ്റെ അപ്ഡേറ്റ്. സോ നെക്സ്റ്റ് ടൈം അവർ ഇൻസ്പെക്ഷന് വരുമ്പോൾ ഉള്ള അപ്ഡേറ്റ് എന്താണെന്നുള്ളത് പറയാം. എന്തായാലും ഇപ്പോഴും ഇഷ്യൂ പെർസിസ്റ്റ് ചെയ്യുന്നുണ്ട്, ഇഷ്യൂവിനൊരു മാറ്റമില്ല. റിവേഴ്സ് ക്യാമിൻ്റെ പ്രശ്നം അവർ സോൾവ് ചെയ്ത് തന്നിട്ടുണ്ട്. അതേപോലെ ഇവിടെ ഞാൻ പറഞ്ഞിരുന്നു ഈ ഒരു സീറ്റ് ബെൽറ്റിൻ്റെ ഈ ക്യാപ്പ് പോയെന്നുള്ളത്. ആ സീറ്റ് ബെൽറ്റിൻ്റെ ക്യാപ്പ് ഇപ്പോൾ അവർ ഫിക്സ് ചെയ്ത് തന്നിട്ടുണ്ട്. ഇതിന് എത്ര നാൾ ഫിക്സ് ആയിട്ടിരിക്കുമെന്ന് അറിയില്ല. ഇതൊരു തവണ ഫിക്സ് ചെയ്ത് തന്നതാണ് ഇതിന് മുന്നേ, അത് കഴിഞ്ഞ് പിന്നെയും പോയതാണ്. സോ നമുക്ക് നോക്കാം, അതും ഫിക്സ് ചെയ്ത് തന്നിട്ടുണ്ട്. ഇപ്പം നമുക്ക് ആകെയുള്ള ഇഷ്യൂ ഈ ബാറ്ററി ഡ്രെയിൻ ഇഷ്യൂ മാത്രമേ ഉള്ളൂ. അപ്പം എന്തായാലും അത്രേ ഉള്ളൂ അപ്ഡേറ്റ്.